ഛത്തീസ്ഗഡ് വിഷയത്തിൽ നാടകം കളിക്കുകയാണോ ബി.ജെ.പി. എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതികവിദ്യ വഴി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. പിയ സുനിൽ, ഇപ്പോൾ ബി.ജെ.പി. ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അമിത്ഷാ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ശക്തമായിട്ട് ഈ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടില്ല. അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നാണ് ഇപ്പോൾ ബി.ജെ.പി. ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കേരളത്തിലേക്ക് വേണ്ടി ഒരു തിരക്കഥയും ഛത്തീസ്ഗഡിലേക്ക് വേണ്ടി മറ്റൊരു തിരക്കഥയും തയ്യാറാക്കി ഒരു നാടകം രചിക്കുകയാണോ ബി.ജെ.പി. ഇപ്പോൾ? ഇവിടെ ഒരു നാടകമല്ല, രണ്ട് നാടകമാണ്. ആദ്യത്തെ നാടകത്തിൽ ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കുറെ നടന്മാർ, രണ്ടാമത്തെ നാടകത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേശായിയുടെ നേതൃത്വത്തിലുള്ള കുറെ മറ്റ് നടന്മാർ, ഇതിന്റെ സംവിധായകനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിശ്ചയിച്ചാൽ ഇതിപ്പോൾ ഈ ചവറ്റുകുട്ടയിൽ വേണമെങ്കിൽ എടുത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള കേരള സ്റ്റോറി പോലുള്ള സിനിമയ്ക്ക് പുരസ്കാരം നൽകിയതുപോലെ നാളെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പുരസ്കാരം നൽകുമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ നാടകത്തെ പരിഗണിക്കാനും കഴിയും. പക്ഷേ ഈ നാടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് രണ്ട് ക്ലൈമാക്സ് അല്ല, ഒറ്റ ക്ലൈമാക്സ് ആയിരിക്കും. ആ ക്ലൈമാക്സ് എന്താണെന്നറിയാനാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ ജാമ്യം കിട്ടുമോ, ജാമ്യം കിട്ടില്ലയോ, NIA കോടതി അധികാരമില്ലെന്ന് പറയുമോ, അതോ NIA കോടതി ഇവർക്ക് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുമോ? നോക്കൂ, ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് കേരളത്തിലെ UDF LDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് പുറത്തിറങ്ങി വന്ന് ഇതാ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ പോകുന്നു, ഇപ്പോൾ തന്നെ ജാമ്യം കിട്ടും, ഇന്ന് തന്നെ ജാമ്യം കിട്ടും, പ്രോസിക്യൂഷൻ അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ അത്രയും വലിയ ഉറപ്പുകൾ നൽകി എന്നൊക്കെ കേരളത്തിലെ MPമാർ മാധ്യമങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് MPമാർ പിന്നീട് നേരെ പോയത് ഛത്തീസ്ഗഡിലേക്കാണ്. കാരണം അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ കന്യാസ്ത്രീകളെ സ്വീകരിക്കാനൊക്കെയായി. പക്ഷേ ഇന്ന് കോടതിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളാകെ തകിടം മറിയുന്നതാണ് കണ്ടത്. കോടതിയിൽ ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് പ്രാഥമിക ഘട്ടത്തിലാണ്, ഈ കേസിൽ ജാമ്യം നൽകാൻ പാടില്ല, ഇത് നിർബന്ധിത മതപരിവർത്തനമാണ് എന്ന് ഛത്തീസ്ഗഡ് സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഘട്ടത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയാൽ അത് തെളിവുകൾ നശിപ്പിക്കുന്ന നടപടിയിലേക്ക് പോകും, ഒപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്ന നടപടിയിലേക്ക് പോകും, കേസിനെ ദുർബലപ്പെടുത്തും, കേസിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. സാധാരണ ഒരു കേസിൽ എല്ലാ പ്രോസിക്യൂഷനും ഇത് തന്നെയാണ് പറയുക, ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പറയുക. ആ ഒരു നടപടി തന്നെയാണ് ഛത്തീസ്ഗഡിൽ കണ്ടത്. അതേസമയം കേരളത്തിലേക്ക് വന്നാൽ, നാടകം നമ്പർ 1ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. ഇതൊരു എതിർപ്പേ അല്ല. ഇങ്ങനെയല്ല ജാമ്യാപേക്ഷയെ എതിർക്കാറുള്ളത്. ഇതിനെ എതിർപ്പായി പരിഗണിക്കാൻ പറ്റില്ല. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എതിർപ്പാണ്. സോഫ്റ്റ് ആയിട്ടൊരു എതിർപ്പുണ്ടോ? എതിർപ്പ് എന്നത് എതിർപ്പ് തന്നെയാണ്. അവിടെ സോഫ്റ്റും അതല്ലെങ്കിൽ കൂടിയതൊന്നുമില്ല. അപ്പോൾ ഇതൊരു രണ്ട് സംസ്ഥാനങ്ങളിലെ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ മുതലാക്കാം, എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് BJP രണ്ടിടത്തും നടത്തുന്ന രാഷ്ട്രീയ നാടകം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ തങ്ങിയല്ലോ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടു, അതിനുശേഷം അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് പോകുന്നു. ഇന്ന് കേരളത്തിലേക്ക് പോയപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചത് ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് വരാൻ പോകുന്ന വാർത്ത കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നു, അവർ പുറത്തിറങ്ങാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അത് സംഭവിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ എതിർപ്പ് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ന് ജാമ്യം നൽകുന്നതിൽ വിരോധമില്ല എന്നൊരു നിലപാട് ഒരുപക്ഷെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച ദില്ലിയിൽ നടന്നിട്ടുണ്ട്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേശായി ദില്ലിയിലെത്തുകയും രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, പിന്നീട് പോയി പ്രധാനമന്ത്രിയെ കാണുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിയമം നിയമത്തിന്റെ ജോലി ചെയ്യും, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഛത്തീസ്ഗഡിൽ നോക്കൂ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിനെ അനുകൂലിച്ച് BJP എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ രാഷ്ട്രീയമായി അത് BJPക്ക് വലിയ പ്രഹരമാകും. ഇതൊരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, നോക്കൂ, ഈ കേസ് എങ്ങനെ NIA കോടതിയിലേക്ക് എത്തി? ഇതൊരു സെഷൻസ് കോടതി, അതായത് ഈ കേസിന്റെ ഒരു ആധിക്യം, ഒരു നിയമവശം പരിശോധിച്ചാൽ ഈ കേസ് ഒരു സെഷൻസ് കോടതി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകാവുന്ന ഒരു കേസേ ഉള്ളൂ. ഈ കേസ് എങ്ങനെയാണ് NIA കോടതിയിലേക്ക് എത്തുന്നത്?
കഴിഞ്ഞ ദിവസം ഈ കേസ് സെഷൻസ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരാണ് പറയുന്നത് 2008 NIA ആക്ടിലെ 11-ാം വകുപ്പ് പ്രകാരം ഈ കേസ് പരിഗണിക്കാൻ സെഷൻസ് കോടതിക്ക് അധികാരമില്ല. എന്തുകൊണ്ട് അധികാരമില്ല? NIA കേസിലെ ഷെഡ്യൂൾഡ് ഒഫൻസ് ആയ മനുഷ്യക്കടത്ത് എന്നൊരു വകുപ്പ്, അതായത് BNS-ലെ 143-ാം വകുപ്പ് ഈ കേസിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ NIA കോടതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിയത്. NIA കോടതിയിൽ ഈ കേസ് എത്തിക്കുകയും പിന്നീട് UAPA പോലുള്ള നിയമങ്ങൾ ഈ കേസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം. പക്ഷേ നോക്കൂ, അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ഈ NIA കോടതിയിൽ ഇതൊരു NIA കേസാണെന്ന് പറയാതിരുന്നത്. NIA കോടതിയിലേക്ക് ഒരു കേസ് വിടണമെങ്കിൽ ആ കേസ് NIA കോടതിയിലേക്ക് വിടുന്നതിനൊപ്പം ഈ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ആദ്യം റിപ്പോർട്ട് ചെയ്യണം. പിന്നീട് ആഭ്യന്തര മന്ത്രാലയം ഇത് NIAക്ക് ഫോർവേഡ് ചെയ്യണം. അങ്ങനെയാണ് ഒരു കേസ് NIA കോടതിയിലേക്ക് വരിക. NIA കോടതി ജഡ്ജി ആ കേസ് പരിഗണിക്കുക. അങ്ങനെയല്ലാതെ ഒരു NIA കോടതിക്ക് ഇതുപോലൊരു കേസ്, അതായത് NIA കേസല്ലാത്ത ഒരു കേസ് പരിഗണിക്കാനുള്ള അധികാരമേ ഇല്ല. പക്ഷേ ഈ കേസ് വളരെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ കേസ് NIA കോടതി പരിഗണിച്ചിട്ടുണ്ട്, വാദം കേട്ടിട്ടുണ്ട്. അതിന്റെ തീരുമാനം എന്താണെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ NIA കോടതി പറയാം ഈ കേസ് പരിഗണിക്കാൻ NIA കോടതി പരിഗണിക്കേണ്ട സാഹചര്യമില്ല, ഇത് സെഷൻസ് കോടതി തന്നെ പരിഗണിച്ചാൽ മതി. കാരണം സെഷൻസ് കോടതി തന്നെ പരിഗണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ NIA കോടതിയും ഒരു സെഷൻസ് കോടതിയാണ്. പക്ഷേ സെഷൻസ് കോടതി പരിഗണിക്കണമെങ്കിൽ വീണ്ടും ഇത് ദുർഗിലെ കോടതിയിലേക്ക് വരണം. കാരണം ഇപ്പോൾ കോഴിക്കോട്ടുള്ള ഒരു കേസ് അവിടുത്തെ സെഷൻസ് കോടതി പരിഗണിക്കാതെ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല എന്നതുപോലെ ഈ കേസ് വീണ്ടും ദുർഗിലേക്ക് വരണം. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് പൊതുവെ എല്ലാ അഭിഭാഷകരും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് ഈ കേസിൽ മറ്റ് സാഹചര്യങ്ങളില്ല, മാത്രമല്ല ഈ കേസിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പക്ഷേ ജാമ്യത്തിലേക്ക് വരാം. പക്ഷേ അപ്പോഴും വളരെ വ്യക്തമായ സന്ദേശം ഈ കേസിലൂടെ BJP ഛത്തീസ്ഗഡിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. കാരണം നോക്കൂ, ഈ ഛത്തീസ്ഗഡിൽ ഈ കേസിൽ കന്യാസ്ത്രീകളെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് ഛത്തീസ്ഗഡിൽ സർക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് രാഷ്ട്രീയമായി BJPക്ക് അവിടെ ഗുണം ചെയ്യില്ല. അത് BJPക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് കോടതിക്കകത്ത് പറഞ്ഞ കാര്യം അതുപോലെ പുറത്തു വന്ന് മാധ്യമങ്ങളോട് ഛത്തീസ്ഗഡിലെ സർക്കാർ, ഛത്തീസ്ഗഡിന്റെ അഭിഭാഷകർ മാധ്യമങ്ങളോട് പറയുന്നത് ഇത് നിർബന്ധിത മതപരിവർത്തന കേസ് തന്നെയാണ്. ഈ കേസ് ശക്തമായി ഞങ്ങൾ ഈ ജാമ്യാപേക്ഷ എതിർത്തിട്ടുണ്ട്, ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല എന്ന് പുറത്തു വന്ന് മാധ്യമങ്ങളോട് ഈ അഭിഭാഷകർ പറയുന്നത് ഇതൊരു സന്ദേശമായി പോകാൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു സന്ദേശമായി പോകണമെന്ന് ഛത്തീസ്ഗഡിലെ സർക്കാർ ആഗ്രഹിക്കുന്നു. അതേസമയം ഈ ഒരു വലിയ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു സന്ദേശം നൽകാൻ കേരളത്തിലെ BJP നേതാക്കളും ശ്രമിക്കുന്നു. അതായത് നാളെ ഇതിന്റെ കോടതിയുടെ വിധി വരാൻ പോകുന്നു. പക്ഷേ NIA കോടതിയുടെ വിധി ജാമ്യം നൽകിയാൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. NIA കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതൊരു ജുഡീഷ്യൽ എററായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും മേൽക്കോടതിയെ പോകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി ഈ കേസിലുണ്ട്. അതുകൊണ്ട് ഈ കേസ് നിലനിന്ന് മുന്നോട്ട് പോകും എന്ന ഒരു സാഹചര്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ കന്യാസ്ത്രീകളെ വീണ്ടും കോടതികളിലേക്ക്, നിയമ നടപടികളിലേക്ക്, വ്യവഹാരങ്ങളിലേക്ക് വീണ്ടും വലിച്ചിഴയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് പോകും. ഏതായാലും ഇപ്പോഴത്തെ കാര്യം വളരെ വ്യക്തമാണ്. ഈ ഛത്തീസ്ഗഡിലെ ഈ പാവം ഈ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇതുപോലെ കൊടും ക്രിമിനലുകൾക്കൊപ്പം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പാർപ്പിച്ച ഈ നടപടിയിലൂടെ തന്നെ ആരെയും വെറുതെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലിട്ട് ഏത് വകുപ്പ് വേണമെങ്കിലും ചുമത്തി ജയിലിടാവുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അത് വളരെ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. തൽക്കാലം കേരളത്തിൽ 2026 ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് മാത്രം. അതല്ല എങ്കിൽ ഇതായിരിക്കില്ല ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന കാഴ്ചകൾ. അതുകൊണ്ട് ഈ 2 നാടകങ്ങളും വളരെ സജീവമായി നടക്കട്ടെ. അതുകൊണ്ട് ഇതിന്റെ ക്ലൈമാക്സ് എന്താകും എന്നറിയാൻ കാത്തിരിക്കാം. ഇത് നാടകം തന്നെയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബാലെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. Meet the editors.